പ്രണയത്തിലും ബന്ധങ്ങളിലും നമ്മൾ എന്തിനാണ് ചിലപ്പോൾ ഇത്രയും സങ്കീർണമായി പെരുമാറുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് മനുഷ്യമനസ്സിന്റെ വളരെ കൗതുകകരമായ, എന്നാൽ നമ്മളിൽ പലരും നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ മനഃശാസ്ത്ര സത്യത്തെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി ഒരാൾ കടന്നുവരുമ്പോൾ അവരെ പെട്ടെന്ന് വിശ്വസിക്കാനോ അവർക്കൊപ്പം നിൽക്കാനോ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയമോ ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങൾ പോലും അറിയാതെ വലിയ ചില പരീക്ഷണങ്ങളിലൂടെ, അതായത് ഇൻവിസിബിൾ ടെസ്റ്റുകളിലൂടെ നിങ്ങൾ അവരെ കടത്തിവിടാറുണ്ടോ? നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ എപ്പോഴെങ്കിലും ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോയെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിലിറങ്ങാം. നിങ്ങൾ ഡേറ്റിംഗിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ജാടയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം സെലക്റ്റീവാണെന്നോ ആളുകൾ പറഞ്ഞേക്കാം, ശരിയല്ലേ? എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ഇത് നിങ്ങളുടെ അഹങ്കാരമോ സ്വഭാവത്തിലെ കുഴപ്പമോ ഒന്നുമല്ല, മറിച്ച് ഇതൊരു അതിജീവന തന്ത്രമാണ്. അതെ, നിങ്ങളുടെ തലച്ചോറ് തീർച്ചിട്ടുള്ള വളരെ ശക്തമായ നാഡീവ്യൂഹപരമായ വലിയൊരു പ്രതിരോധ കോട്ടയാണിത്. ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിന്റെ അതിരുകൾ മാറ്റിയെഴുതുന്നു. കഴിഞ്ഞകാല അനുഭവങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തലച്ചോറിന്റെ അതിർത്തികളെ മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഉയർന്ന ട്രസ്റ്റ് ത്രെഷോൾഡ് അഥവാ ഹൈ ട്രസ്റ്റ് ത്രെഷോൾഡ്? മുൻകാല പ്രണയബന്ധങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന വലിയ ചതികളോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ വൈകാരിക പിന്തുണയോ ഒക്കെ ഇതിന് കാരണമാകാം. വളരെ കാലം ശരിയല്ലാത്ത ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വന്നവരായിരിക്കാം നമ്മളിൽ പലരും. ഇത്തരം മോശം അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പഠിക്കുന്ന വലിയൊരു പാഠമുണ്ട്. അതെന്താണെന്നോ? മറ്റൊരാളെ പെട്ടെന്ന് വിശ്വസിക്കുന്നത് അങ്ങേയറ്റം അപകടമാണ് എന്ന്. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ തലച്ചോർ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങേയറ്റം സെലക്റ്റീവാകുന്നു. ഈയൊരു വരി അത് വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പ്രണയിക്കാൻ തയ്യാറല്ല എന്നല്ല അതിനർത്ഥം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾക്ക് പ്രവേശനം നൽകുന്നതിനു മുമ്പ് നിങ്ങൾ 2 തവണ ചിന്തിക്കുന്നു എന്ന് മാത്രമാണ്. നിങ്ങൾ വൈകാരികമായി ലഭ്യമല്ലാത്ത ഒരവസ്ഥയുമല്ല ഇത്. മറിച്ച് നിങ്ങളുടെ മനസ്സമാധാനത്തെ നിങ്ങൾ അത്രത്തോളം സംരക്ഷിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അതിജീവനത്തിന്റെ സ്വാതന്ത്ര്യക്കെണി. വളരെ വേഗം മുതിർന്നവരാകേണ്ടി വന്നതിന്റെ വിലയെന്താണെന്ന് നോക്കാം. എന്താണ് ഈ സർവൈവൽ ഇൻഡിപെൻഡൻസ്? കുട്ടിക്കാലത്ത് നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് കൃത്യമായ വൈകാരിക പിന്തുണയോ സ്നേഹമോ ലഭിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ആ ഒരു പിന്തുണ ഇല്ലാതാകുമ്പോൾ ഒരു കുട്ടി മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നത് നിർത്തുന്നു. പകരം സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും വളരെ നേരത്തെ തന്നെ അവർ ശീലിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ എല്ലാം സ്വന്തമായി ഫിക്സ് ചെയ്യാൻ പഠിക്കുന്ന ഒരവസ്ഥയാണിത്. ഇനി നമുക്കിതൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഇത് നമ്മളിൽ വളർന്നു വരുന്നതെന്ന് നോക്കാം. കുട്ടിക്കാലം മുതൽ യൗവനം വരെയുള്ള ഈ മാറ്റം ശ്രദ്ധിക്കുക. കുട്ടിക്കാലത്തെ പിന്തുണയില്ലായ്മയിൽ നിന്ന് തുടങ്ങി വളരുമ്പോൾ സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും ഒടുവിൽ യൗവനത്തിലെത്തുമ്പോൾ ഒരു പങ്കാളിയെ പൂർണ്ണമായി വിശ്വസിക്കാനോ അവരുടെ പിന്തുണയെ സുരക്ഷിതമായി ആശ്രയിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തിനിൽക്കുകയും ചെയ്യുന്നു. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്, അല്ലേ? നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു താൽക്കാലിക സ്നേഹവും പിന്തുണയും ഒടുവിൽ ഇല്ലാതാകുമെന്ന് നിങ്ങളുടെ മനസ്സെപ്പോഴും ഭയപ്പെടുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും ആഴത്തിലുള്ള ഉത്കണ്ഠകളെയാണ് ഇത് കാണിക്കുന്നത്. താൽക്കാലികമാണെന്ന് തോന്നുന്ന ഒരു സ്നേഹത്തെയോ പിന്തുണയെയോ പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങളുടെ മനസ്സെപ്പോഴും ഭയക്കുന്നുണ്ട്. ഉപബോധ മനസ്സിലെ ഈ ഭയവും പേരി ഒരു പ്രണയബന്ധത്തിലേക്ക് കടക്കുന്നത് എത്രത്തോളം വലിയൊരു മാനസിക ഭാരമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മൂന്നാമതായി, പ്രതിരോധത്തിലൂന്നിയ സഹാനുഭൂതിയും ദുർബലതയും, അതായത് യഥാർത്ഥത്തിൽ തിരിച്ചറിയപ്പെടുമെന്ന ഭയം. ഇവിടെ ശരിക്കും രസകരമായൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഗാർഡഡ് എമ്പതി അഥവാ പ്രതിരോധത്തിലൂന്നിയ സഹാനുഭൂതി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. വളരെ വേഗം മുതിർന്നവരാകേണ്ടി വന്ന ആളുകളിൽ വൈകാരിക അവബോധം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടുതന്നെ പുതിയ പങ്കാളിയുടെ മൂഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനും ഇത് നിങ്ങളെ സഹായിക്കും. എന്നാൽ നിങ്ങളുടെ സ്വന്തം കാര്യം വരുമ്പോഴോ യഥാർത്ഥ അടുപ്പത്തെ പൂർണ്ണമായും തടയുന്ന വലിയൊരു പ്രതിരോധ കോട്ട നിങ്ങളവിടെ തീർക്കുന്നു എന്നതാണിതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. പ്രണയബന്ധത്തിൽ സ്വന്തം വികാരങ്ങളെ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് വലിയ ഭയമായിരിക്കും. ഡേറ്റിംഗിൽ ചെറിയ റിസ്കുകൾ എടുക്കുന്നതിനും യഥാർത്ഥ വികാരങ്ങൾ കാണിക്കുന്നതിനും പകരം എപ്പോഴും ഏറ്റവും സേഫായി നിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന് കാരണമെന്താണ്? നിരസിക്കപ്പെടുമോ അഥവാ റിജക്ഷൻ നേരിടേണ്ടി വരുമോ എന്ന വലിയ ഭയം നിങ്ങളുടെ പെരുമാറ്റങ്ങളെ നിശബ്ദമായി എപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ചിന്തകളും വ്യക്തിപരമായ കാര്യങ്ങളും നിങ്ങളെപ്പോഴും മറച്ചുവെക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിരോധ സംവിധാനത്തിന്റെ യഥാർത്ഥ വില എന്താണ് എന്നതാണ്. ദുർബലതകൾ മറച്ചുവെക്കുന്നത് നിങ്ങളെ താൽക്കാലിക വേദനകളിൽ നിന്നും സംരക്ഷിച്ചേക്കാം, പക്ഷേ യഥാർത്ഥ വൈകാരിക ബന്ധം സ്ഥാപിക്കാനുള്ള വലിയൊരു അവസരത്തെ അത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാവിയിലെ നല്ലൊരു പ്രണയബന്ധത്തിനായി ഈ പാറ്റേൺ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം,
ഉയർന്ന നിലവാരവും അമിത ചിന്തയും ആഴത്തിലുള്ള ബന്ധങ്ങളുടെ ക്ഷീണിപ്പിക്കുന്ന ഉത്കണ്ഠ. നിങ്ങൾ ഉപരിപ്ലവമായ വെറുമൊരു പ്രണയം ആഗ്രഹിക്കുന്നില്ല, പകരം ആഴത്തിലുള്ള അർത്ഥവത്തായ ഒരു ബന്ധമാണ് നിങ്ങൾ തേടുന്നത്. എന്നാൽ ഇത് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയൊരു അമിത ചിന്തയുടെ ലൂപ്പിലേക്കാണ്. അതായത് ഓരോ ചെറിയ സംഭാഷണങ്ങളും ഇടപെടലുകളും നിങ്ങൾ അമിതമായി വിശകലനം ചെയ്യുന്നു. ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർ എന്നെ തെറ്റായി വിലയിരുത്തുമോ, അവർക്കെന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളിൽ വലിയ ഉത്കണ്ഠയുണ്ടാക്കുകയും പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് വലിയ മടിയായി മാറുകയും ചെയ്യുന്നു. അഞ്ചാമതായി, ന്യൂറോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം, സ്വന്തം മനസ്സുമായി സമാധാനത്തിലാവുക. ഇതൊരു വലിയ തിരിച്ചറിവാണ് കേട്ടോ. പുതിയ ആളുകളെ ഡേറ്റിംഗിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾ ഇൻവിസിബിൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾക്കെന്തോ വലിയ കുഴപ്പമുണ്ടെന്നോ നിങ്ങൾ അഹങ്കാരിയാണെന്നോ അല്ല. മറിച്ച് പഴയ മുറിവുകളിൽ നിന്നും കഴിഞ്ഞകാല വേദനകളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ തലച്ചോറ് സജീവമായി ശ്രമിക്കുകയാണ്. ഈ അതിജീവന ചിന്തകൾ നിങ്ങളുടെ തലച്ചോറ് പഠിച്ചെടുത്തതാണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധത്തെ ഇല്ലാതാക്കാൻ തീർച്ചയായും സഹായിക്കും. അതെ, നിങ്ങളുടെ തലച്ചോറിന് ഒരു തകരാറുമില്ല. അത് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇൻവിസിബിൾ ടെസ്റ്റുകൾ നടത്തുന്നു എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമാണിത്. ഇതൊരു സ്വഭാവദൂഷ്യമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ഒരു കവചമാണ്. അങ്ങനെ നിങ്ങളുടെ തലച്ചോറിന്റെ രഹസ്യ പ്രതിരോധ കോട്ടയെ നിങ്ങളിപ്പോൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ ഒരു വ്യക്തി കടന്നുവരുമ്പോൾ സുരക്ഷിതമായി ആ കോട്ടവാതിൽ തുറക്കാൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ സഹായിക്കുക? ഈ ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി വിടുന്നു. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ ഇത്തരം മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്ര സത്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ അനാലിസിസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ മറ്റൊരു വലിയ മനഃശാസ്ത്ര സത്യവുമായി അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം.